ആലപ്പുഴ കലവൂർ കൊലപാതക കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ ശർമിള, ഭർത്താവ് മാത്യൂസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇന്ന് തന്നെ കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, മൂന്നാം പ്രതി റെയ്നോൾഡ്സിന് കസ്റ്റഡി അപേക്ഷ പിന്നീട് നൽകുമെന്നുള്ള വിവരങ്ങളാണ് വരികയും ചെയ്തത്. ഇന്ന് തന്നെ ഈ കലവൂരിലെ വീട്ടിലും ഒപ്പം തന്നെ രാത്രിയോടുകൂടി ഉടുപ്പിയിലേക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്നുള്ള വിവരങ്ങൾ ശരിയാണോ? സിജു, അല്പം മുമ്പാണ് പ്രതികൾക്ക് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. 8 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷയിന്മേൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ ഇവർ സഞ്ചരിച്ച എറണാകുളം, ഉടുപ്പി ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ കൊണ്ടുപോവുക. രാവിലെ കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തിക്കും. അതിനുശേഷം തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന. അതല്ല എങ്കിൽ ഒരുപക്ഷെ നേരെ ഉടുപ്പിയിലേക്കാകും കൊണ്ടുപോകുക. അത് എറണാകുളത്തും. അതിനുശേഷം ഇവർ ഈ ദിവസങ്ങൾ 2-3 ദിവസങ്ങൾ ഒളിവിൽ പോയിരുന്ന പ്രദേശങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ തന്നെ തെളിവെടുപ്പ് നടത്തും. സുഭദ്രയെ കൊലപ്പെടുത്തുന്നതിനൊപ്പം ഉണ്ടായിരുന്ന റെയ്നോൾഡിന് വേണ്ടിയിട്ടും കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഈ 2 പ്രതികളുമായിട്ട് ഇവർ പോയ സ്ഥലങ്ങളിലുള്ള തെളിവെടുപ്പുകളാണ് നടക്കുക. അതിനുശേഷമായിരിക്കും റെയ്നോൾഡിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് തെളിവെടുപ്പുകളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുക. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കലവൂർ കൊലപാതക കേസിലെ പ്രതികളെ 8 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി ഇന്ന് കൊലപാതകം നടത്തിയ വീട്ടിൽ തെളിവെടുപ്പ് നടത്തും എന്നുള്ള വിവരങ്ങളാണ് ഷാജഹാൻ പങ്കുവച്ചത്.